ഈ ഒരു ഐറ്റം വെച്ചിരുന്ന് ഉച്ചയ്ക്ക് ചോറിന് അടിപൊളി ഒരു പുളിങ്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതെന്താണ് ഐറ്റം എന്നല്ലേ, ഇത് നമ്മുടെ ചേമ്പിൻ തടയാണ്. നമുക്ക് തളിര് മണ്ടത്തടയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പിന്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കാനായിട്ടോ അതിന്റെ ടേസ്റ്റ്. തൊലിയെല്ലാം കളഞ്ഞ് അത്യാവശ്യം ഒരു മീഡിയം സൈസിന് മുറിച്ചെടുക്കണം. 2 ചേമ്പും തണ്ടിന് ഞാനൊരു 150 ഗ്രാം കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുക്കറിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ പരിപ്പ് വെന്ത് പൊങ്ങി വരാതിരിക്കാനാണ്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പും തടയും കൊച്ചുള്ളിയും ചേർത്ത് അതിലേക്ക് ഒരു 100 ഗ്രാം സാമ്പാർ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വടപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതാ കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇനി അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതെ, കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് കായപ്പൊടിയും ഉപ്പും മഞ്ഞളും വെള്ളവും ചേർക്കാൻ മറക്കല്ലേ. ഇനി അടച്ച് വെച്ചൊരു 3 പിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒന്ന് താളിച്ചൊഴിച്ചാൽ പരിപാടി കഴിയും. ഇനി താളിച്ചൊഴിക്കുന്നതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം താളിച്ചതിലോട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് ആവശ്യത്തിന് പിഴിപുളിയും ചേർത്ത് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചേമ്പന്തട പുളിയുടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യില്ലേ, അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ. ബൈ.